ശ്രീ നിജേഷ് അരവിന്ദ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കേരളത്തിലെ MP മാർ ഉൾപ്പെടെ ഇന്ന് ദുർഗിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വലിയ ചോദ്യം ഉയരുന്നത്, നിങ്ങളുടെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരു പ്രതിഷേധം നടത്താൻ, അവിടെ നിങ്ങളെയൊക്കെ സഹായിക്കാൻ, അവരെ കന്യാസ്ത്രീകളെ ഒന്ന് പോയി കാണാൻ, അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ, ഇതൊക്കെ ഛത്തീസ്ഗഡിൽ തന്നെ നിങ്ങൾക്ക് ഘടകമുണ്ടല്ലോ. നിങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ. എന്തുകൊണ്ട് ഹൈക്കമാൻഡ് ഉൾപ്പെടെ അതിന് നിർദ്ദേശം നൽകുന്നില്ല? ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വരുന്നില്ല. ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ആണ് നിങ്ങൾക്ക് ഉത്തരം പറയാൻ ആകാതെ പോകുന്നത്? ലാൽ, ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. പ്രിയപ്പെട്ട ലാൽ, അതുപോലെ നിങ്ങൾ ഇത്ര തരം താഴരുത്. ഒരു റിക്വസ്റ്റ് ആണ്. നമ്മൾ ഈ അതിർത്തിക്ക് അപ്പുറത്ത് ഞങ്ങൾക്ക് CPM വിരോധം ഇല്ല. അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഒറ്റ വികാരമേ ഉള്ളൂ. ആ വികാരം ഇന്ത്യയുടെ ദേശീയതയാണ്, ഇന്ത്യയുടെ ഭരണഘടനയാണ്. ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ചാബല്യത്തിന്റെ ചോദ്യങ്ങളുമായിട്ട് ഇതുപോലെ ഒരു ചർച്ചയിലേക്ക് കടന്നു വരരുത്. നിജേഷ് അരവിന്ദ്, അല്ല ഒരൊറ്റ മിനിറ്റ്, അത് വലിയ മോശമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ വല്ലാതെ തരംതാണ രീതിയിൽ അങ്ങയോട് സംസാരിച്ചു എന്ന് അങ്ങ് പറയുന്നത് തെറ്റാണ്. കാരണം നമ്മുടെ പാവപ്പെട്ട മലയാളികളായ കന്യാസ്ത്രീകൾ അവിടെ ദുർഗിൽ ഈ വേദന അനുഭവിച്ച് 9 നാൾ കിടന്നിട്ട് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് പാർട്ടി ഒന്ന് പ്രതികരിക്കുകയോ അവിടെ പോയി അവരെ ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയോ ചെയ്യാത്തത് എന്തെന്ന് ചോദിച്ചത് ഞാൻ തരംതാണ ചോദ്യമാണോ താങ്കളോട് ചോദിച്ചത്? ലാൽ തരംതാണ ചോദ്യമാണ്. എന്തുകൊണ്ട് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളിൽ മുഴുവനായിക്കൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പ്ലക്കാർഡ് ഉയർത്തിയ പ്രിയങ്ക ഗാന്ധി, ഭൂപേഷ് ബാഗൽ, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വം നിരന്തരമായിക്കൊണ്ട് ആ പ്രദേശത്ത് കോടതിയിലും ജയിലിലും നിൽക്കുന്നത് എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ അതിനാവശ്യമായ നടപടി എടുക്കുമ്പോൾ കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ശരിയാണ്. നിങ്ങൾ ആലോചിക്കും, അവിടെ പലരും ഉണ്ടായിരുന്നു, MP മാർ പലരും അവിടെ ഉണ്ടായിരുന്നു, MLA മാരുണ്ടായിരുന്നു, ഇവരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ചോദിച്ച ഛത്തീസ്ഗഡില് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടേ? അവിടെ ബജ്രംഗ് ദളിനെ നിലയ്ക്ക് നിർത്തേണ്ടത് ആരാണ്? അവിടെ ശക്തർ നിങ്ങളല്ലേ കഴിഞ്ഞ വർഷം വരെ അവിടെ ഭരിച്ചത്. ഇപ്പോൾ നിങ്ങളല്ലേ പ്രതിപക്ഷം. നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രി അവിടെ ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ബജ്രംഗ് ദളിനെതിരെ അവിടെ ഒരു പ്രതിഷേധം നടത്തിയില്ല? നിങ്ങൾ ഇവിടെയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ റോഡിൽ ഇറങ്ങി കലാപം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് എവിടെ? അവിടുത്തെ രാഹുൽ മാങ്കൂട്ടം എവിടെ? അവിടുത്തെ VD സതീശൻ എവിടെ? പറഞ്ഞോളൂ, ഉത്തരവില്ലേ? ഉത്തരവില്ല. ഞാൻ അവസാനത്ത് കേട്ടില്ല. ഞാനത് ഒന്നുകൂടെ പറയണോ? ഞാൻ അത്രയ്ക്ക് തരം താഴാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾക്ക് മനസ്സിലായി? വേണ്ട, ഞാൻ എന്റെ ഈ ചർച്ചയുടെ ഫോക്കസ് തന്നെ മാറിപ്പോയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഇതൊരു കോൺഗ്രസ് CPM യുദ്ധമാക്കി മാറ്റാൻ ഞാൻ എന്തായാലും ആഗ്രഹിച്ചില്ല. ഏതായാലും ലാലിന്റെ അറിവ് ഉപയോഗിച്ച് ഇന്ന് കിട്ടാവുന്ന മാധ്യമങ്ങളിൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്താണ് എന്നും പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്താണ് എന്നും രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ് എന്നും ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഞാൻ പഠിച്ചൊരു കാര്യം പറയാം. ഛത്തീസ്ഗഡ് മുൻപ് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു. ആ മധ്യപ്രദേശിൽ 1968 ഈ മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഛത്തീസ്ഗഡ് സംസ്ഥാനമായപ്പോൾ അവിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അജിത് ജോഗിയുടെ നേതൃത്വത്തിൽ വന്ന സർക്കാർ ഈ പറയുന്ന 1968 നിയമം ഛത്തീസ്ഗഡിലേക്ക് എടുത്തു മാറ്റി. ഛത്തീസ്ഗഡിൽ ആ നിയമമുണ്ട്, മതപരിവർത്തനത്തിനെതിരായ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരിലാണ് ഈ 2 കന്യാസ്ത്രീകൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇത് ഞാൻ പഠിച്ചതാണ് സർ. ഞാൻ മനസ്സിലാക്കിയിട്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ അതിനെ എതിർക്കണം. ഭാവിയിൽ നിങ്ങൾ കന്യാസ്ത്രീകൾക്ക് കുഴപ്പമുണ്ടാകാത്ത രീതിയിൽ പ്രവർത്തിക്കണം. ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഷാബു പ്രസാദ് പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ വികാരം ഉണ്ടായില്ല. ജോൺ ബ്രിട്ടാസ് ഒക്കെ നായ ചന്തയ്ക്ക് പോകുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തടസ്സപ്പെടുത്തിയില്ല. നിങ്ങൾ പഴയകാല ചരിത്രവും പറഞ്ഞില്ല. 1968 നിയമം, അത് മധ്യപ്രദേശിൽ അന്ന് മുഖ്യമന്ത്രി ആരാണെന്നൊക്കെ താങ്കൾ പരിശോധിക്കുക. ആ നിയമത്തിനകത്ത് നിർബന്ധിത മതപരിവർത്തനം മാത്രമേ തടയുന്നുള്ളൂ. മതപരിവർത്തനം തടയുന്നില്ല. ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള
പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ആ ഭരണഘടന ഇന്നും ഛത്തീസ്ഗഡിലും നിലനിൽക്കുന്നു, മധ്യപ്രദേശിൽ നിലനിൽക്കുന്നു, ഇന്ത്യ രാജ്യത്ത് ഉടനീളം നിലനിൽക്കുന്നു. ആവശ്യമില്ലാത്ത ഇല്ല, നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട നമ്മുടെ വിഷയം അതല്ല. പക്ഷെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്, നിങ്ങൾക്ക് തിരുത്താൻ അവസരമുണ്ട്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നതിന് നിങ്ങളും കൂടി ഒരു കാരണമാണ്. ഈ പറഞ്ഞ പാവം കന്യാസ്ത്രീകൾ, അത് പോട്ടെ, നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പാവം പാസ്റ്റർ ഉണ്ട്, തോമസ് ജോർജ്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് രാജസ്ഥാൻ സർക്കാർ. ഒറീസയിൽ പണ്ട് നിങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയ നിയമം പിന്നീട് മധ്യപ്രദേശിലേക്കും ഛത്തീസ്ഗഡിലേക്കും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വന്നപ്പോഴാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. അതുപോട്ടെ, നിങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ വല്ലാതെ ഈ പ്രശ്നങ്ങൾ ബജ്രംഗ് ദളൊക്കെ അഴിഞ്ഞാടുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് ലാൽ ഒരു മിനിറ്റ് ചർച്ചയുടെ എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീ ലാലിനോടല്ലായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് ഷാബു പ്രസാദിനോടായിരുന്നു. ഷാബു പ്രസാദ്, ഞാൻ ലാലിന്റെ വിമർശനങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നു. കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് ഏത് കാലത്തും പറയാം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഞാൻ ഷാബു പ്രസാദിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നതെല്ലാം അവിടെ നിൽക്കട്ടെ, അത് ജാമ്യം കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണല്ലോ. നിങ്ങൾ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തിയതിന് അനുകൂലിക്കുന്നുണ്ടോ? ഇവരെ അറസ്റ്റ് ചെയ്തതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇവർ മതപരിവർത്തനം നടത്തുന്നു എന്ന കേസ് കൊടുത്തതിന്, പ്രായപൂർത്തിയായ ആളുകൾ ജോലിക്ക് വേണ്ടി പോകുന്നതിനെ മനുഷ്യക്കടത്താണ് എന്ന് പറയുന്നതിനെ, രണ്ടാമത്തെ ദിവസത്തിൽ ഇത് മതപരിവർത്തനമാണ് ഈ 2 കന്യാസ്ത്രീകൾ 3 പേരുടെ പേരിൽ നടത്തിയത് എന്ന് പറയുന്നതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ? ജാമ്യം നിഷേധിച്ച സമയത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? കേരളത്തിലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കന്യാസ്ത്രീകൾക്കെതിരെ നിരന്തരമായി പറഞ്ഞതിനെ, ആക്ഷേപിച്ചതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ നിലപാട്? കേരളത്തിലെ BJP സഹയാത്രികൻ എന്ന നിലയ്ക്ക് ഈ 2 കന്യാസ്ത്രീകൾ കഴിഞ്ഞ 9 ദിവസമായി അനുഭവിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ബജ്രംഗ് ദളും ഛത്തീസ്ഗഡ് ഗവൺമെന്റും കേരളത്തിലെ BJPയുടെ അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരും ഒക്കെ എടുത്ത നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ